ഹലോ, ഹായ്. സൺ വ്ളോഗിൽ എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്താണ് വിശേഷം? എല്ലാവരും സേഫായിട്ടിരിക്കുന്നു. ഞാൻ ഇന്നത്തെ സൺഡേ ചെറിയ വിശേഷമായിട്ടാണ് ഞാൻ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണേണ്ട. അതുപോലെ തന്നെ മുമ്പത്തെ വീഡിയോസൊക്കെ ഒരുപാടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പുതിയതായിട്ട് വന്നിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോ കാണാം കേട്ടോ. ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. കാക്ക കണ്ടോ? കാക്ക രാവിലെ തന്നെ കാക്ക എന്തോ വേസ്റ്റ് ഒന്ന് കൊത്തിക്കൊണ്ട് വന്നിട്ട് കാക്കേൻ്റെ വായിലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മഴ കുറച്ച് ഒരു 3-4 ദിവസം മഴ കുറവാണ്. എല്ലാവരും കണ്ടുകൊണ്ടുണ്ട് 7 ദിവസങ്ങൾ കനത്ത മഴ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തിൻ്റെ യുദ്ധങ്ങളൊക്കെ ചെയ്ത് നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ ചായ വെച്ചിട്ടുണ്ട്, ചായ ഒന്ന് കുടിക്കണം. പിന്നെ ഗോതമ്പ് ദോശ അരയുന്നുണ്ട്, ദോശ ഉണ്ടാക്കണം. പിന്നെ കറിക്ക് കുറേ ദിവസമായി ഇതെടുക്കാത്ത കോഴി എടുക്കാത്ത അപ്പോൾ സാധനങ്ങളൊക്കെ തീർന്നു കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് 2 മാസമായിട്ട് സാലറി കിട്ടിയിട്ടില്ല. അവർ കമ്പനിയിലല്ലേ, കമ്പനിയാകുമ്പോൾ ഗൾഫിൽ ഇതുവരെ അങ്ങനത്തെ പ്രശ്നം വന്നിട്ടില്ല. സൗദിയിൽ ഇതുവരെ പോയിട്ട് ഇവർക്ക് ഇതുവരെ പ്രശ്നം വന്നിട്ടായി. കഴിഞ്ഞ മാസത്തിലും കുറച്ച് ലേറ്റായെങ്കിലും അയച്ചിട്ട് ഇതിപ്പോൾ 2 മാസമാവാനാണ്, ഇതുവരെ അവർക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരുപാട് ടൈറ്റിലാണ്. ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് അഡ്ജസ്റ്റായി പോകുന്നുണ്ട്. പിന്നെ മന്ത്ലി ആകുമ്പോൾ നമ്മൾ വാടക കൊടുക്കേണ്ടത്, അതാണ് ഏറെ പ്രോബ്ലം. അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ഇല്ല കേട്ടോ. എനിക്കൊരു വീട് കണ്ടോ, തൊപ്പി പക്ഷി എന്നത്. അപ്പോൾ എൻ്റെ ചായ റെഡിയായി കേട്ടോ. അപ്പോൾ എൻ്റെ ചായ റെഡിയായി. അപ്പം ഇനി ചായ കുടിക്കണം. ചായക്ക് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടില്ല കേട്ടോ. ദോശക്കാരുന്നുണ്ട് അങ്ങനെ വന്നിട്ട് ഗോതമ്പ് ദോശ, പച്ചരിയും ഗോതമ്പുള്ള ദോശക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അതിൽ ഉണ്ടാക്കണം. ഇതിൽ ഇത്ര കട്ട് ചെയ്യാനിരിക്കട്ടെ. നിങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ അവിടുത്തെ വെള്ളപ്പയർ ആവുന്നുണ്ട്. ഇത് വെള്ളപ്പയറിലൊക്കെ അറിയാവുന്ന കേട്ടോ. ഇത് മസാല ഉണ്ടാക്കിയിട്ട് മുളകിലിട്ട് അപ്പോൾ ഞാൻ വേവുന്നുണ്ട്, കുക്കറിലൂടെ വേവുന്നുണ്ട് വെള്ളപ്പയർ. അപ്പോൾ ഇത് ഞാൻ അങ്ങനൊരു മസാല ഉണ്ടാക്കിയത് വെള്ളിട്ട് തക്കാളി പൊടിഞ്ഞ് അതേപോലെ അത് നല്ല ഇട്ടിട്ട് പിന്നെ പച്ചമുളക് ചതച്ച് ഇതിലോട്ട് കുറച്ച് നീരുള്ളിയും ടമാറ്റോ ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടട്ടെ. ഇതെല്ലാം ഒന്ന് അതിന് ശേഷം അപ്പോൾ നമ്മൾ കുക്കർ വിസിലിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നല്ല ചാറ് നല്ല തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൂട്ടാട്ടോ. ഞാൻ ആദ്യം അരച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെയല്ല നനച്ചിട്ട് വെക്കുന്ന കുറച്ച് കൂടുതൽ ഗോതമ്പും കുറച്ച് പച്ചരിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ അരക്കുന്ന സമയം തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലതാണ് കേട്ടോ. ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കാറില്ല. തേങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ദോശയാണ് കേട്ടോ. വകയ്ക്കുന്നു. ഇത് കുക്കറിൽ വെന്തോട്ടെ, നല്ല വെന്തിട്ടുണ്ട്. നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കുത്തുവിടും, ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൽ കുറച്ച് ഉടച്ച് കൊടുക്കണം. അപ്പോൾ കറി നല്ല ചാറ് പോലെ കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഇന്നലെ പാത്രത്തെടുത്ത് ഒരു പാത്രത്തിൽ അതിന് ഉടച്ച് കൊടുത്താൽ മതി. ഞാൻ കാട്ടിക്കട്ടോ. ഇത് കണ്ട, ഇതിങ്ങനെ ഉടച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിങ്ങനെ ഉടച്ച് കൊടുത്തിട്ട് അതെന്താണ് നമ്മൾ കടലാണെങ്കിലും എന്താണെങ്കിലും ഇങ്ങനെ ഉടച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ടെങ്കിൽ നല്ല ചാറ് കറി നല്ല ചാറ് പോലെ ആവും കേട്ടോ.
മുമ്പൊക്കെ ഞാൻ ഇതിലേക്ക് വേവിക്കുമ്പോൾ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കലമ്പോഴും ഞാൻ. പക്ഷെ ഇപ്പം ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് കറി നല്ല രസം. പിന്നെ തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങ ഇല്ല കേട്ടോ. തേങ്ങ എൻ്റെ മൂത്തമ്മാൻ്റെ പെരുമ്പട മൂത്തമ്മാൻ്റെ വീടുണ്ട്. അവിടെ പോയാൽ കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. ഞാൻ പോകാറില്ല, എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് കേട്ടോ. എപ്പം പറയും മൂത്തമ്മ എന്താ വന്നാൽ കുറച്ച് എനിക്ക് തേങ്ങയിൽ കൊണ്ടുപോകാനാന്നില്ലേ ഒക്കെ. പക്ഷെ എൻ്റെ ഉമ്മ ഉണ്ടായ സമയത്ത് എൻ്റെ ഉമ്മ പുരക്ക് പോയപ്പോഴല്ലോ തേങ്ങ കുറേ തരും കേട്ടോ. അപ്പോൾ തേങ്ങാക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉമ്മാൻ്റെ പുരക്ക് പോയി കഴിഞ്ഞാൽ അമ്മായിൻ്റെ വീടെടുത്താണ്, കാക്കാൻ്റെ വലിയ കാക്കാൻ്റെ വീട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ തേങ്ങ നമുക്ക് വേണ്ടതെല്ലാം തരും. ഇനി ഇതിൽ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് കഴിച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ടുണ്ട്. ഉണ്ടോ ദോശ ഞാൻ ഇത് ദോശയല്ലേ ഉണ്ടോ കറി. അപ്പോൾ ഇങ്ങനെ ഒഴിക്കും നോക്കട്ടോ. എണ്ണ അങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ടോ കേട്ടോ. എണ്ണ നല്ലോണം പരത്തി കൊടുത്താൽ ഉണ്ടാവുള്ളൂ. നമ്മൾ ദോശ ഇങ്ങനെ പരത്താൻ പറ്റില്ല, പറ്റി പിടിക്കും. ചട്ടി നല്ലോണം പരത്തുന്ന സമയത്ത് നമ്മൾ എണ്ണ പരത്തി കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ നിന്നിട്ട് പിടിക്കണം. അങ്ങനെ വെള്ളപ്പയർ കറി റെഡിയായിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ. അത് പുളിയെല്ലാം ഇട്ടതുകൊണ്ട് പുളി ഇടാറുണ്ട് ഞാൻ. പിന്നെ തേങ്ങ ചിരകി നല്ല രസം ഉണ്ടാവും കേട്ടോ. ഞാൻ തേങ്ങ ചിരകിയത് ഇട്ടിട്ടില്ല. ഇത് എൻ്റെ രാവിലത്തെ ഒരു വിശേഷമാണ് കേട്ടോ. കത്തിപ്പറക്കിയതായിട്ടുണ്ട് ഒരുപാട്. രാവിലത്തെ വിശേഷമാണ് കേട്ടോ. കുറച്ച് കാഞ്ഞ് കിട്ടട്ടെ ദോശ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്ക് ദോശ എടുക്കാം കേട്ടോ. ദോശ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ എല്ലാം അതുപോലെ തന്നെ പരട്ടി കൊടുത്താൽ ദോശ ഇട്ട് കൊടുക്കാം കേട്ടോ. ഡ്രസ്സറിനെ വെയിലില്ലാത്തതുകൊണ്ട് ഇറക്കിയിട്ടുണ്ടായിട്ട. അപ്പോൾ ഇരുന്നാൾ ഡ്രസ്സൊക്കെ ഞാൻ ഇറക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് നല്ല വെയിലാണ്. നല്ല വെയിലായതുകൊണ്ട് ഇത് വെയിൽ കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തല്ല. അല്ലെങ്കിൽ പൂങ്ങാൻ പോലെ പിടിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഡ്രസ്സ് കുറച്ച് ഉണങ്ങി കിട്ടി കേട്ടോ. അത് നല്ലോണം ഉണങ്ങി കിട്ടി. കുറച്ച് ഉണങ്ങിയാൽ മതി. അപ്പോഴേ മഴ വന്നു കേട്ടോ. വലുതായിട്ട് ചെറിയൊരു കാറ്റും മഴയോട് കൂടി വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കും മുരിങ്ങയിൽ കണ്ടോ. മുരിങ്ങയിൽ അത് നമ്മൾ പറിക്കാവുന്നത് നമ്മൾ വരച്ചെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. ചിലപ്പോൾ അത് മുരിങ്ങേന് ആവുമായിരിക്കും. അത്ര നല്ല തണ്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറിച്ച് നല്ല കറി വെക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഡ്രസ്സ് പറിക്കും ചോദിച്ചിട്ട്, പക്ഷെ അത് എത്തുകയില്ല. ചോദിച്ചിട്ട് മുതലാളിയോട് ചോദിച്ചിട്ടൊന്ന് പറിക്കണമെന്നുണ്ട്. അങ്ങനെ എല്ലാം ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാം ശൂന്യമായി കിടക്കുന്നു. വണ്ടിയൊന്നും പോകുന്നില്ല. ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ ആൾക്കാരൊക്കെ കുറവാണ്. പിന്നെ മെയിനിൽ അവിടെയും ആൾ കുറവായിരിക്കും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഗ്രൗണ്ടിൽ കളിക്കാൻ ആളിറങ്ങും. ഇപ്പോഴില്ല, ഉച്ച സമയമായതുകൊണ്ട് ആളില്ല. പിന്നെ ചോറ് കഴിക്കുന്ന സമയമായി, 2 മണിയായി. എനിക്ക് ചോറായി, രാവിലെ ഉണ്ടാക്കാൻ അറിയുന്നുണ്ട്. ചോറായി കേട്ടോ. ഇന്നലെ ഇവിടെ നിന്ന് വൈകിട്ട് ഞാൻ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. നായ നല്ലോണം നമ്മളെ വഴുത്തി കേട്ടോ. പക്ഷെ പേടിയാവുന്നു. രാവിലെ ആണെങ്കിൽ രാത്രിക്കാണ്, വൈകുന്നേരമാണെങ്കിൽ നമുക്ക് വരുമ്പോൾ ഭയങ്കര പേടി നായിൻ്റെ. ഇവിടുത്തെ ഒരു മീറ്റിങ്ങെല്ലാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്ത് കാര്യമാണ് അതിലൊരു കാര്യമില്ല. നായ്ക്കൊരു കുറവില്ല കേട്ടോ. ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ട് തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിന് വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉറങ്ങിയിട്ടപ്പോൾ പിന്നെ എനിക്ക് മടി, അങ്ങനെ പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരമായിട്ട് പിന്നെ രാത്രി വരുമ്പോൾ നായിൻ്റെ ശല്യം ഉണ്ടാകുന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ മോളോട് പറഞ്ഞു നമുക്കിന്ന് പോകണ്ട. കുറച്ച് രാവിലെ ഉണ്ടാവണം പ്രശ്നം. വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോൾ അത്ര പ്രശ്നമാണില്ല. എന്നാലും
അമ്മ ഇങ്ങനെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ കുറേ സമയം സംസാരിച്ച് വരുമ്പോൾ കുറേ ലേറ്റായി പോവുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. നല്ല ഉറക്കമായിരുന്നു. നല്ല മഴയൊക്കെ വന്ന് നല്ല അതാണ്. ഇപ്പോൾ കുറേ ദിവസമായില്ലേ ഡേ ഉറങ്ങാറില്ലല്ലോ. രാത്രിയും ഉറക്കം കുറവാണ്. പിന്നെ രാവിലെ എണീറ്റ് പിന്നെ ഡ്യൂട്ടി അങ്ങനെ ഇങ്ങനെ പിന്നെ കിച്ചൺ പിന്നെ മോളെ കൊണ്ടുവിടൽ അങ്ങനെ ഉറക്കം കുറവാണ്. ഞായറാഴ്ച ഞാൻ വീട്ടിലുണ്ടാവാറില്ല. അങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ ഡ്രസ്സാണ് ഇളക്കിയിട്ടിട്ട് ഇന്ന് അത്ര കൂടുതലുണ്ടായിരുന്നില്ല. വാഷിംഗ് മെഷീൻ കേടായതുകൊണ്ട് ഇപ്പം ഞാൻ കയ്യിൽ തന്നെയാണ് കഴുകുന്നത് കേട്ടോ. നല്ല മഴ പിടിച്ചിട്ടുണ്ട്. കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ മഴ പോകുന്നത് കാണാൻ പറ്റും കേട്ടോ. കണ്ടോ പൂച്ചേൻ്റെ ശല്യം കണ്ടോ. പിന്നെ ഇപ്പം ഞാൻ മാഗി ആക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കി വെച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. 5 രൂപ കുറച്ച് വാങ്ങിയത്, അല്ലെങ്കിൽ ചെറിയ പീസ് 15 രൂപ. ഇപ്പം 2 എണ്ണം വാങ്ങിക്കാറ്. ഇപ്പം 5 രൂപൻ്റെ ആകുമ്പോൾ 5 എണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ചായക്ക് മാഗി കഴിക്കാന്നത് കടിയാക്കാൻ ഒന്നുമില്ല. കടിയാക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ കടിയാക്കുമ്പോഴേക്ക് എണ്ണക്കടി ആക്കാമെന്ന് വിചാരിച്ചത് എണ്ണക്കടിന്നൊന്നുമില്ല. പിന്നെ ഈരുള്ളിൻ്റെ മുട്ട പിന്നെ നമുക്ക് രാവിലെയൊക്കെ സ്കൂളില്ല ഫുഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ വേണ്ടേ. അങ്ങനെയാണ് കേട്ടോ. ഇത് മസാലയൊക്കെ ഉണ്ട്. എനിക്കിത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്കിത് നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേ മഞ്ഞ ഉണ്ടാകും, അത് നല്ല ടേസ്റ്റ് ഇല്ല. ഇതെല്ലാം നല്ലതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മസാല തക്കാളിയെല്ലാം മസാല ആക്കിയിട്ട് കേട്ടോ. ഞാനും ഇങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും ഇതിൻ്റെ മസാലയും ഇട്ട് ടൊമാറ്റോ സോസെല്ലാം ഇട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. വേണമെങ്കിൽ മുട്ട ഓംപ്ലേറ്റ് ആക്കി ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. മുട്ട ഓംപ്ലേറ്റ് ആക്കി ഇടുക. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മസാലകളൊക്കെ ഇതിൻ്റെ മസാലയൊക്കെ ആണ് കേട്ടോ. മസാല അങ്ങനെ എൻ്റെ മാഗി റെഡിയാണ്. വെന്ത് കിട്ടുന്നുണ്ട്. ഇത് വെള്ളം ഇതിലില്ലേ കുറച്ച് ഇതുപോലെ ഉണ്ടാവും. ഒരു വെജെല്ലാം മിക്സ് ആയിട്ടുണ്ടാവും. പിന്നെ വെള്ളത്തോടെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല കഴിക്കാൻ നല്ല രസമാണ്. ഇപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പിന്നെ ടൊമാറ്റോ സോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലുള്ള മസാല കുറച്ച് അരി വരാൻ വേണ്ടിയിട്ട് നമ്മളാണ് അതിന് കുറച്ച് മുളക് പൊടി ഉണ്ടാകും. ഇതിലേക്ക് തന്നെ വരട്ടിട്ട് ഇത്രയും കഴിഞ്ഞ് വൈകുന്നേരം നല്ല മഴ പിടിച്ചിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം 6 മണി കഴിഞ്ഞ് എൻ്റെ ഇന്നത്തെ ഒരു വിശേഷം വന്നത് ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസ് കാണുക, സ്കിപ്പ് ചെയ്യാൻ മുഴുവനായി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. താങ്ക് യു.